കമലഹാസൻ ഇങ്ങനെയൊക്കെ ആരെ ടീം എന്നറിയോ? പുള്ളിയുടെ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ പേരാണ് തങ്ക് ലൈഫ്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്നപ്പം പുള്ളിക്ക് അന്യായ ഭാഷാസ്നേഹം, തമിഴ് ഭാഷയോട് ഇവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അതായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പുള്ളി പറയുന്നത് ഹിന്ദി പഠിക്കാൻ പാടില്ല, തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലുള്ള മലയാളം അങ്ങനെയുള്ള ഭാഷകളൊക്കെ പഠിച്ചതിന് ശേഷം മതി ഹിന്ദി, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് പുള്ളി പറയുന്നത്. ഈ വർത്തമാനം പുള്ളിയുടെ മകളോട് പറയുമോ? മോളെ ശ്രുതി, മോള് ഹിന്ദി ഒന്നും പഠിക്കണ്ട, മോൾ ഒരു കാര്യം ചെയ്യും, മലയാളം കന്നഡ അങ്ങനെയുള്ള ഭാഷകളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഹിന്ദി പഠിച്ചാൽ മതി എന്ന് മകളോട് പറയുമോ? അപ്പോൾ ശ്രുതി മോൾ എന്ത് പറയും? അപ്പൻ്റെ പണി നോക്കാൻ പറയും, ഇല്ലേ? പുള്ളിക്കാരിക്ക് ഹിന്ദി തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ്. കാരണം ബോളിവുഡിലൊക്കെ പോയി അഭിനയിക്കണമെങ്കിൽ ഹിന്ദി മസ്റ്റല്ലേ. അതാ പറഞ്ഞത്, ഇവരൊക്കെ ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റ. അതായത് ബാക്കിയുള്ളവരുടെ പിള്ളേരും ഒന്നും മറ്റൊരു ഭാഷയും പഠിക്കണ്ട, എൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭാഷയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ച് കളയാം. അതിന് മുമ്പായിട്ട് കമലഹാസൻ എന്താണ് സംസാരിച്ചത് എന്നൊന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனா ரொம்ப நேரம் பேசினா புரியாது. இங்க புரியும். சோ எல்லாரும் பக்கத்து ஸ்டேட்ல உள்ள பாஷையை கத்துக்குங்க, ஹிந்தி அப்புறம் பார்க்கலாம். எங்க பாஷை ஃபர்ஸ்ட் அழிஞ்சு போகாம பார்க்க வேண்டியதுதான் எங்க கடமை. இந்த ஊர்ல வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள். அந்த பெருமையுடன் we offer our family thug life. നമസ്കാരം. കണ്ടല്ലോ, മാസ് ഡയലോഗല്ലേ പുള്ളിക്കാരൻ്റെ. ഈ സെയിം ഡയലോഗ് ഈ സിനിമയുടെ പ്രൊമോഷൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇത് പറയാൻ ധൈര്യമുണ്ടോ? പറയത്തില്ല. അവിടെ വരുമ്പം പുള്ളി നേരെ പ്ലേറ്റ് തിരിക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് കേരളത്തിലുള്ളവരോട് നമ്മുടെ തമിഴ് ഭാഷ മാത്രമാണ് എനിക്ക് വലുതെന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവും. അതുകൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലെ ഭാഷകൾ പഠിക്കണം. മലയാളത്തിൽ സംസാരിച്ചാൽ തമിഴിന് മനസ്സിലാകും, തമിഴിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാകും. അപ്പം നമ്മളെല്ലാം അത്ര ഒത്തൊരുമേ ആണെന്നൊക്കെ ചുമ്മാ തള്ളിവിടുന്നതാണ്. പുള്ളിക്ക് തമിഴ് മാത്രമാണ് ഇഷ്ടം ഇവിടെ വന്ന് പറയാൻ പറ്റുമല്ലോ. നേരെ കർണാടകത്തിൽ ചെല്ലുമ്പം കന്നഡയാണ് വലുത്, തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലെല്ലാം പഠിക്കണം, കന്നഡത്തിൽ സംസാരിച്ച തമിഴിനറിയാം, തമിഴിൽ സംസാരിച്ച കന്നഡക്കാരനറിയാം, എന്നാൽ അവിടെ പോയി അത് പറയും. അതേസമയം ഇയാൾ മുമ്പ് പറഞ്ഞ പോലെ നോർത്ത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുമോ? ഇല്ല, ഹിന്ദി വേണം എന്ന് പറയുമല്ലേ. ഇങ്ങനെ ഈ പടം ഉണ്ടല്ലോ, ഈ തങ്ക് ലൈഫ് എന്ന് പറഞ്ഞ ഈ സിനിമ, ഇത് ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിനകത്തിനാ എന്നാൽ പിന്നെ ഹിന്ദി റിലീസ് ചെയ്യണമെന്ന് വെച്ചാൽ പോരെ. ഹിന്ദി ഡബ്ഡ് വേർഷനുണ്ട്, കേൾപ്പിക്കാം. अब से तुम और मैं दोनों एक। मैं शेर हूं तो तू सवा शेर, ठीक है मेरे बब्बर? अंदर से मैं संभालूंगा, बाहर से अमर. ഇതിനെയാണ് ഉപദേശവും എന്ന് പറയുന്നത്. മനസ്സിലായോ? പുള്ളി വന്ന് ഉപദേശിക്കുന്നത് എന്ത്, പുള്ളി പ്രവർത്തിക്കുന്നത് എന്ത്? പുള്ളിയുടെ ജോലിയുടെ ഭാഗമായിട്ട് പുള്ളിക്ക് ഹിന്ദി അത്യാവശ്യമാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഹിന്ദി ഡബ് ചെയ്യാം, ഹിന്ദിയിൽ സിനിമ ഇറക്കാം, എല്ലാം സെറ്റ് ചെയ്യാം. അത്രയ്ക്ക് ആർജവം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഹിന്ദി വേണ്ട, ഞാൻ ഹിന്ദിയിൽ ഡബ്ബിങ് ഇറക്കുന്നില്ല, ഹിന്ദി സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നില്ല, എൻ്റെ മകളെയും ഞാൻ ഹിന്ദി സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടത്തില്ല എന്ന് തന്നെ തീരുമാനിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതായത് അവനവൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ആഹാ, മറ്റുള്ളവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഓഹോ. മറ്റുള്ളവരുടെ പിള്ളേരൊന്നും വേറെ ഒരു ഭാഷയും പഠിക്കണ്ട, തമിഴ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്കത്ത് സ്റ്റേറ്റിലുള്ള ഭാഷകൾ പഠിച്ച് അതിന് ശേഷം മതി ഹിന്ദിന്ന്. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഭാഷ പഠിക്കണം? പക്കത്തെ സ്റ്റേറ്റിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ ഭേദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഷ ഇന്ത്യ മുഴുവനും കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ഹിന്ദി വിരോധമാണെങ്കിൽ വേണ്ട, ഹിന്ദി വേണ്ട, വേറെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാനേ. നിങ്ങൾ തമിഴ് ഭാഷയുടെ മെയിൻ ആളാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, തമിഴ് ഭാഷ ആക്കിക്കോ. എല്ലായിടത്തും ഇന്ത്യ മുഴുവനും ഏതെങ്കിലും ഒരു ഭാഷ നിർബന്ധമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളൊന്നുമല്ലല്ലോ ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ഭാഷ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് നിൽക്കാനൊക്കെ സാധിക്കും, അല്ലേ? അല്ലാതെ അവിടെ പോയി കയ്യും കാലും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ പറയുമായിരിക്കും ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കോമൺ ആയിട്ടൊരു ഭാഷ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഈ ഹിന്ദിയോട് തന്നെ ഈ വെറുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരും കേന്ദ്രം ഭരിക്കുന്ന ആളുകളും എല്ലാം സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഹിന്ദിയോട് വെറുപ്പ്, അല്ലാതെ വേറെ കഥയൊന്നുമില്ല. എന്നെ മനുഷ്യന്മാരാണെന്നോ ആലോചിക്കുക. ഈ തമിഴിൽ ഇതുപോലെ ഈ ഭാഷാസ്നേഹം പറയുന്ന കമലഹാസൻ മാത്രമല്ല, വിജയനെ പോലെ ഉള്ളവരും എല്ലാവരും പറയുന്നതാ. അവരവരുടെ മക്കളെയും അവർക്കും ഉൾപ്പെടെ പലതരത്തിലുള്ള ഭാഷകൾ അറിയാം. ഇവർക്കെല്ലാം ഹിന്ദിയൊക്കെ അറിയാം. പക്ഷേ മറ്റുള്ളവരുടെ പിള്ളേർ വേറൊരു ഭാഷ പഠിക്കാൻ പാടില്ല. എന്തൊരു ന്യായമെന്ന് ആലോചിച്ചോ. ഒരു ഭാഷ കൂടെ എക്സ്ട്രാ പഠിച്ചോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമല്ലേ?
എന്നിട്ട് ഹിന്ദീനൊക്കെ എതിർത്ത് സംസാരിച്ചിട്ട് അതിനിടയ്ക്ക് പുള്ളിയുടെ രാഷ്ട്രീയം കൂടെ കൊണ്ട് കുത്തിക്കയറ്റുക. ദ്രാവിഡ രാഷ്ട്രീയം, അത് ശ്രദ്ധിച്ചായിരുന്നോ? இந்த ஊர்ல வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா? நாம் அனைவருமே திராவிடர்கள். ഇത് കേട്ട് കൈയടിക്കാൻ വേറെ കുറേ എണ്ണം. പുള്ളി ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ദ്രാവിഡ രാഷ്ട്രീയം കൂടെ പറഞ്ഞിട്ട് പോയി. ഹേ, എന്തോന്നടേ ഇത്? ഞാൻ എൻ്റെ മക്കളോട് ഹിന്ദി, ഇംഗ്ലീഷ്, വേണ്ടി വന്ന ജർമ്മൻ ഭാഷ എല്ലാം പഠിച്ചോളാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ നല്ല ഭാവിക്കുക. പക്ഷേ നിങ്ങളോ നിങ്ങളുടെ മക്കളോ വേറൊരു ഭാഷയും പഠിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷ മാത്രം പഠിച്ചാൽ മതി. എങ്ങനെ ഇരിക്കുന്നു? ഈ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അതെങ്ങനെയാണ് ഉണ്ടായത്? അതിന് കാക്കി കൂന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ വാക്കുകളൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലേ ഇങ്ങനെ ആയത്. ഒരു ഭാഷ അങ്ങോട്ട് രൂപപ്പെടുന്നത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ഭാഷ രൂപാന്തരപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്ലാങ്ങുകളുണ്ട്. ചില വാക്കുകളൊന്നും ചിലപ്പോൾ മനസ്സിലാകത്ത് പോലും ഇല്ല. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കാര്യം തന്നെ പറയുവാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ പേരുകളൊക്കെ കാണാൻ മേലെ, ചില പച്ചക്കറിയുടെ ഒക്കെ പേര് പോലും. ഈ ഒരു സാധനം ഇതിനെ പപ്പായ എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെ കപ്പളങ്ങ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില പുരാണ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കൊടും തമിഴ് കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. അതുപോലെ മലയാള ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള മലയാള വാക്കുകളൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പലതരത്തിലുള്ള സ്ലാങ്ങുകളും പലതരത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കാറുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഇത്ര യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ടും പഠനമായിട്ട് ബന്ധപ്പെട്ടും ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കണ്ണൂരുള്ളവരുടെ ഭാഷ ചിലപ്പോൾ കോട്ടയംകാരൻ സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ നാട്ടിലൊക്കെ ഈ സാധനത്തിന് ഞങ്ങൾ പണ്ട് ഏത്തക്കാപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിപ്പോൾ വന്ന് പഴംപൊരി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഏത്തക്കാപ്പം എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിപ്പോൾ പഴംപൊരി എന്നായി എന്ന് പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ ഈ ഊക്കെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കലിൻ്റെ അടി ഉറപ്പായിരുന്നു. ഇപ്പോൾ ഊക്കെന്ന് വേണമെങ്കിൽ പബ്ലിക്കായിട്ട് ഒന്ന് പറയാം, ഞാൻ അവൾക്ക് ഡൂക്കി അവനെ ഡൂക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ സംസാരം കളിയാക്കി എന്നുള്ള അർത്ഥം ഇപ്പോൾ വരുന്നത്. പണ്ടൊക്കെ പൊളി സാധനമാണെന്ന് പറഞ്ഞാൽ അയ്യോ അത് പൊളി സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല എന്നുള്ളൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായി എന്ന് പറഞ്ഞാൽ ഈ ഭാഷകളൊക്കെ എപ്പോഴും മാറിക്കൊണ്ട് വരും എൻ്റെ പൊന്നാശാനെ. ഇനി കാലങ്ങൾ കുറേ മുമ്പോട്ട് പോയി കഴിയുമ്പം ഒരുമാതിരി ഭാഷകളല്ല ഈ പറഞ്ഞ പോലെ സ്ലാങ്ങുകളും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ തമിഴും മലയാളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഭാഷയൊക്കെ ആയി മാറാൻ സാധ്യതയില്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിവാഹവും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും വേറൊരു ഭാഷ വരാൻ മേലാഴികയൊന്നുമില്ലല്ലോ. ഞാനീ പറഞ്ഞത് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പറ്റിയ ഒരു വിഷയമാണ്. പക്ഷേ ഇതിനെ ആഴത്തിൽ കുറച്ചെങ്കിലും ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യം പിടികിട്ടാന്നേ ഉള്ളൂ. ഈ ഭാഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വന്നു, ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി നാളെ ഇതെന്തായി മാറാം അല്ലേ?